ശ്രദ്ധയിൽപ്പെട്ടു. അത് ബഹുമാന്യനായ അജയ് തറയിലാണെന്ന് വിശ്വസിക്കാനൊരു മടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകാല എഴുത്തുകളും അതിൻ്റെ ഭാഷയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് യോജിക്കുന്നില്ല. മാന്യമായ ഭാഷയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് അജയ് തറയിലാണെങ്കിൽ മഹാ അപമാനകരമായ ഡയലോഗാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സണ്ണി എം കവിക്കാടിനെ മാത്രമല്ല, കേരളത്തിലെ ദലിത് സമൂഹത്തെ 20% വരുന്ന 75 ലക്ഷത്തോളം വരുന്ന ഈ സമൂഹത്തെയാണ് അജയ് തറയിൽ ആണെങ്കിൽ അദ്ദേഹം അപമാനിച്ചിട്ടുള്ളത്. ഇനിയും PR വർക്കിൻ്റെ ഭാഗമായി അജയ് തറയിലിന് വേണ്ടി ആരെങ്കിലും അത് എഴുതി പുറത്തുവിട്ടതാണെങ്കിലും അത് കൃത്യമായി കോൺഗ്രസ് അതിന് മറുപടി പറയണം. അത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഈ സമുദായത്തോട് അതിന് മറുപടി പറയേണ്ടി വരും. അത് ഞങ്ങൾ പറയിപ്പിക്കും. നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങുന്നത് 1 വർഷം മുമ്പാണ്. ഞങ്ങൾ കഴിഞ്ഞ 2024 നവംബർ 3-ാം തീയതി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 50,000 പേരെ പങ്കെടുപ്പിച്ച് വലിയൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനാനന്തരമാണ് VD സതീശനും ഞങ്ങളുടെ സംഘടന ദലിത് സമുദായ മുന്നണിയുടെ ചെയർമാൻ എന്ന നിലയിൽ, സംവരണ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിലും സണ്ണി എം കവിക്കാടിനുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങുന്നത്. ഈ മുമ്പ് ഇവിടെ സൂചിപ്പിച്ച റായ്പൂർ പ്ലീനറി സമ്മേളനത്തിൽ കൊണ്ടുവന്ന റെസൊല്യൂഷൻ, മല്ലികാർജുന ഖാർഗെ കൊണ്ടുവന്ന റെസൊല്യൂഷൻ വെച്ച് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൽ 50% ദലിത് ആദിവാസികളെ സ്ത്രീകളെയും ഉൾക്കൊള്ളുവാനുള്ള തീരുമാനമായിരുന്നു. അതിൻ്റെ അനുസരിച്ച് വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെ, പാർശ്വവൽകൃത സമൂഹങ്ങളെ കോൺഗ്രസുമായി അടുപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ദേശീയ പ്രസിഡന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരുന്നു. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ UDF ചെയർമാൻ ഞങ്ങളെ ബന്ധപ്പെടുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ ചേർന്ന ഒരു സാമൂഹ്യ സംഘടനയായി കോൺഗ്രസ് ഇത്തവണ മാറും എന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ഈ ചർച്ചകൾ തുടങ്ങുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹമാണ് ഇങ്ങോട്ട് ചോദിച്ചത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടാണ് ഇതുവരെയും അവസാന നിമിഷം വരെയും നമ്മളോടൊപ്പം നിന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അദ്ദേഹമാണ് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ട് എന്ന് നമ്മൾ പറയുകയും അത് പിന്നീട് 4 വട്ടം ഉള്ള ചർച്ചകളായി ഞങ്ങളുടെ സംഘടനാ നേതാക്കളുമായും സണ്ണി എം കവിക്കാടുമായും പലതവണ ചർച്ച ചെയ്യുകയും അദ്ദേഹം ഒരു വാക്കാലുള്ള ഉറപ്പ് നമുക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു. പക്ഷേ ഈ ലിസ്റ്റ് പുറത്തു വന്ന അവസാന നിമിഷം മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് ഈ ഒറ്റ പേര് മാത്രമേ 15-ാം തീയതി വരെ കോൺഗ്രസ് വൈക്കത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. 16-ാം തീയതി 17-ാം തീയതിയുമായിട്ടാണ് പുതിയ പേരതിലേക്ക് വരുന്നത്. ആ പേര് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുൻപാണ് സണ്ണി എം കവിക്കാടിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കൾ അതിശക്തമായ ഇടപെടൽ നടത്തുന്നത്.